കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് കേസരി എന്ന് പറയുന്നത്. കല്യാണങ്ങൾക്കും മറ്റു ഫംഗ്ഷനൊക്കെ പോയാൽ വയറ് നിറയെ ബിരിയാണി കഴിച്ചിട്ട് മേമ്പൊടിക്കൊരല്പം കേസരി കൂടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വിരുന്ന്. അപ്പോൾ ആ കേസരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 4 ഏലക്ക പൊടിച്ചത്, 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം. ഈ അളവിലാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നെയ്യും എണ്ണയും ഓരോ ടീസ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തു. ആദ്യം നമുക്കിതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടു. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മുന്തിരി ഇട്ടു. ഇനി രണ്ടും നന്നായി റോസ്റ്റ് ചെയ്ത് അത് കോരിയെടുത്തിട്ട് ഇതേ എണ്ണയിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ റവ ഇട്ട് നല്ല രീതിയിൽ വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു റവയുടെ കളറൊക്കെ മാറി നല്ല ഒരു നെയ്യിൽ കിടന്നത് മൂക്കുന്നതിൻ്റെ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിത് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ വെന്ത് വരണം. നന്നായി വെന്ത് വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കാം. റവ വെന്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് മധുരം അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് 1/4 കപ്പ് എന്നുള്ളത് 1 കപ്പായിട്ടും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പഞ്ചസാര ഇടുന്ന സമയത്ത് ഒന്ന് ലൂസായി വരും, പക്ഷേ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് വീണ്ടും അത് തിക്കായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസരിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റോടെ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.